നമസ്കാരം. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വിപുലമാക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കൈകാര്യം ചെയ്തിരുന്ന ഈ കേസിൽ കേന്ദ്ര ഏജൻസി കൂടി ഇടപെട്ടതോടെ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ ഗോൾഡ് ഷാഡോ എന്ന പേരിൽ ഇഡി നടത്തിയ വ്യാപകമായിട്ടുള്ള റെയ്ഡുകൾ CPM നേതാക്കളുടെയും അതോടൊപ്പം തന്നെ ദേവസ്വം മുൻ ഭാരവാഹികളുടെയും ഒക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മുന്നേറുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് CPM നേതാക്കളുടെ ആസ്തിയിലുണ്ടായ അസാധാരണമായ വർധനവ് ഈ അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ശക്തമായ നടപടികളാണ് ഇഡി സ്വീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ 1,10,00,000 രൂപയുടെ ആസ്തികൾ ഒറ്റ ദിവസം കൊണ്ട് മരവിപ്പിക്കാൻ ഇഡി ഉത്തരവിട്ടു. ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കുന്നതിനും അത് മറച്ചു വിൽക്കുന്നതിനും നേതൃത്വം നൽകിയതിൽ പ്രധാന പങ്കുവഹിച്ചത് ഇദ്ദേഹമാണെന്നാണ് കണ്ടെത്തൽ. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ ഇദ്ദേഹത്തിൻ്റെ ബിനാമി ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ മറ്റ് 8 പ്രതികളുടെ 1.5 കോടിയോളം രൂപ വരുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ നിലവിലിപ്പോൾ കണ്ടുകെട്ടൽ നടപടികൾക്ക് വിധേയമായിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള A. പത്മകുമാർ, N. വാസു എന്നിവരിലേക്ക് അന്വേഷണം നീളുന്നത് ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. ഇരുവരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഇഡി ആരംഭിച്ചു കഴിഞ്ഞു. ചെന്നൈ ആസ്ഥാനമായുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ഇഡി നടത്തിയ പരിശോധനയിൽ 100 ഗ്രാം സ്വർണം കണ്ടെത്തുകയും ഇതിന് ശബരിമലയിലെ ക്രമക്കേടുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന പരിശോധനകളിൽ 2019 മുതൽ 24 വരെയുള്ള സുപ്രധാന രേഖകൾ, ഭരണസമിതി യോഗങ്ങളുടെ മിനിറ്റ്സ്, അതോടൊപ്പം തന്നെ സ്വർണം ചെമ്പാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട ഫയലുകൾ എന്നിവ പിടിച്ചെടുത്തത് പ്രതികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഈ കേസിനെ കൂടുതൽ വിവാദമാക്കി മാറ്റിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭരണകാലത്ത് നടന്ന നിയമനങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഇഡിയുടെ കർശന നിരീക്ഷണത്തിലാണ്. മന്ത്രിസ്ഥാനം വഹിക്കുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ആസ്തിയും ഇപ്പോഴത്തെ സാമ്പത്തിക നിലയും തമ്മിലുള്ള വലിയ വ്യത്യാസം പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. SIT അന്വേഷണം ഇത്രകാലം ഇഴഞ്ഞു നീങ്ങിയത് മന്ത്രിയെ സംരക്ഷിക്കാനാണെന്നും എന്നാൽ ഇഡി അന്വേഷണം ഊർജിതമാക്കിയതോടെ കടകംപള്ളിയുടെയും മറ്റ് നേതാക്കളുടെയും ബിനാമി സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ലഭിച്ച സുപ്രധാന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരെയും ഇഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ദേവസ്വം ജീവനക്കാരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് ലഭിച്ച വിവരങ്ങൾ, രേഖകളൊക്കെ തന്നെ നിലവിൽ സൂക്ഷ്മ പരിശോധനയിലാണ്. CPM നേതാക്കൾ മാത്രമല്ല, സ്വർണം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരും ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിന് പങ്കാളികളാണെന്ന് ഇഡി സംശയിക്കുന്നു. പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളും ഡയറികളും പരിശോധിക്കുന്നതിലൂടെ ആരൊക്കെയാണ് ഈ കൊള്ളയുടെ ഗുണഭോക്താക്കളായതെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് കേന്ദ്ര ഏജൻസി നൽകുന്ന സൂചന. അടുത്ത ഘട്ടമായി ദില്ലിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം നേരിട്ടെത്തി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിൻ്റെ മൂല്യത്തിന് തുല്യമായ തുക പ്രതികളുടെ ആസ്തികളിൽ നിന്ന് ഈടാക്കാനാണ് നിയമപരമായിട്ടുള്ള നീക്കം. ശബരിമലയെ ആശ്രയിച്ച് നിൽക്കുന്ന ഭക്തരുടെ വിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് നടത്തിയ ഈ വൻ കൊള്ളയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് കേന്ദ്ര ഏജൻസി ലക്ഷ്യമിടുന്നത്. കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ബിസിനസ് പങ്കാളികളെ കൂടി കേസിലേക്ക് ഉൾപ്പെടുത്തുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്.